സാർ വരൂ വരൂ സാർ ഫ്ലഷ് ചെയ്തിട്ടുണ്ട് സാർ അവിടെ ചെക്ക് ചെയ്യാം. സാർ അവനെ ശ്രദ്ധിക്കരുത്. ഒരു വിരൽപ്പാട് മതി തെളിവുകളെല്ലാം നശിക്കാൻ. മർഡർ നടന്ന സ്ഥലം ഞങ്ങൾ സീൽ ചെയ്ത് കഴിഞ്ഞു. പ്രതി ആരാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒറ്റ മണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവനെ തൂക്കിയിരിക്കും. ഇനി കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. അതുവരെ ഈ ഫ്ലാറ്റ് മുഴുവൻ എന്റെ അണ്ടറിലെ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ. സോ എനിക്കൊരു സംശയമുണ്ട്. സംശയം എനിക്കിഷ്ടമാണ്. സോ ചോദിക്കും. ഇതൊരു കൊലപാതകമെന്ന് സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ സോ ഈ കില്ലർ തന്നെ ബോഡി കൊണ്ടുപോയെങ്കിലോ? ഒരുത്തൻ ഫ്ലാറ്റിൽ വരും, എന്നിട്ട് ഒരു തീയ തട്ടും, എന്നിട്ട് കില്ലർ തന്നെ ചത്തവളയും കൊണ്ട് പോകും. എന്തോന്നടേ ഇത്, കില്ലറിന്റെ തലയ്ക്ക് വോളോ? ഓളമില്ലെങ്കിലോ? ഇല്ലെങ്കിലോ? ഇല്ല സാർ. സോ ഇതെന്റെ ഒരു സംശയം മാത്രമാണ്, ഉറപ്പില്ല. വേണ റിഗർ മോട്ടിസ്. മാർട്ടിൻ പത്രോസ് ഇല്ലേ, അവൻ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. അയ്യോ സാറേ, റിഗർ മോട്ടിസ് അതൊരു സയന്റിഫിക് നെയിമാണ്. സോ എനിക്ക് ആ ലൈവ് വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ? സർ സോ ഇത് കണ്ടോ? ഈ വെടി വെച്ചതിന് ശേഷം ബോഡി ഇടത്തോട്ട് ചായുന്നു, പക്ഷെ തോക്ക് മാത്രം വലത്തോട്ട് വലിയുന്നു. മാത്രമല്ല ഏതാനും സെക്കൻഡ്സിനുള്ളിൽ ഇത് ലൈവ് കട്ടായി. എന്തായാലും ഡെഡ് ബോഡി വന്ന് ലൈവ് കട്ട് ചെയ്യില്ലല്ലോ സാർ. ഉമ്മ സാറേ ഒന്ന് പുറത്തേക്ക്. ശരി സാർ. എന്തോ ഉണ്ടല്ലോ. ആ പെണ്ണിനെ കൊന്നാലും എന്റെ മൂക്കിലടിച്ചു വരുന്നത് സാറേ. ഇങ്ങോട്ട് വാടാ ഭാഷാണ് ഷാജി. എന്റെ മൂക്കിൽ ഇങ്ങോട്ടല്ലോ. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാം എന്റെ കൺട്രോളിലായിരിക്കണം കേട്ടല്ലോ. സോ വിരോധം ഇല്ലെങ്കിൽ എന്നെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചു തരുമോ? ശരി വാ. But everything under my control. Okay? ഇവിടെ തെളിവെടുക്കെ കൊണ്ടുപോടായിരിക്കുമല്ലേ? അല്ല, നിന്റെ അമ്മായിയുടെ ശവടുപ്പിന് കൂടുതലുണ്ടാക്കാൻ വരും. എന്തിനാടേ തുമ്പി സാധനം പൊക്കിയ നടക്കുമെന്ന് തോന്നില്ലേട്ടാ. ഇവിടെ മുട്ട പോലീസുകാരും നാട്ടുകാരും അകത്തെന്താ കലിപ്പാട് കാണാൻ തോന്നുന്നു. ഓ ഓ ഓ എന്തൊരു കലിപ്പടേ, എന്തിനു കലിപ്പടേ? എത്രയാണെന്ന് അറിഞ്ഞിട്ടാണ് പോലീസുകൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ് പോണ് എനിക്ക് മനസ്സിലാവണില്ല. സാധനം കിട്ടിയോ? ആ കിട്ടി കിട്ടി, കൊണ്ടുവന്നോണ്ടിരിക്കുന്നു. ഷാബാഷ്. യവന്മാര് വന്നില്ലെങ്കിൽ എന്റെ കാര്യം തീർന്നു. വെരി അഗ്ലി ടൈം. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ
അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ആരും ഉത്തരവാദിക്കില്ല. എന്നോട് ക്ഷമിച്ചു. എന്നെ കൊല്ലരുത്. സോ അയാൾ അതിസമർത്ഥനായ ഒരു കൊലയാളിയാണ്. ലക്ഷക്കണക്കിന് സാക്ഷികളെ മുൻനിർത്തി ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കും വിധം ഒരു കൊലപാതകം. കില്ലറുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിക്കും. സോ ഇതായിരുന്നിരിക്കാം കില്ലറിന്റെ പ്ലാൻ. പക്ഷെ എവിടെയോ കില്ലറിന്റെ കണക്കുകൂട്ടലുകൾ ചെറുതായി പിഴച്ചിട്ടുണ്ടാവാം. ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. നമ്മളെല്ലാവരും പറയാറുള്ള പോലെ ദൈവത്തിന്റെ ആ കൈ. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. ഈയിടെയായിട്ട് എൻ്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിക്കില്ല. മരിച്ചതിന് ശേഷം നമ്മുടെ മാംസപേശികൾ ദൃഢമാവുന്ന അവസ്ഥയ്ക്കാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ആദ്യം ചെറിയ പേശികളാണ് ദൃഢമാവുന്നത്. കൺപോളകൾ, കഴുത്ത്, മുഖം ഇവയൊക്കെ. കൈകളുടെ പേശികൾ 2 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും ദൃഢമാവാൻ. 18 മുതൽ 24 മണിക്കൂർ വരെ എടുക്കും ഇതിന്റെ സ്റ്റിഫ്നെസ് അപ്രത്യക്ഷമാവാൻ. പക്ഷെ മരണത്തിന് തൊട്ടു മുമ്പ് ആക്റ്റീവായിരുന്ന ഈ പേശികൾ റിഗർ മോർട്ടിസ് എന്ന അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ ദൃഢമായി തീരാറുണ്ട്. ഇതിനെയാണ് സർ കാഡാവറിക് സ്പാസം എന്ന് പറയുന്നത്. മരണസമയത്തുണ്ടാവുന്ന ഭയങ്കരമായ മാനസിക സംഘർഷമാകാം ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പേശികൾ നിമിഷങ്ങൾക്കകം തന്നെ സ്റ്റിഫാവുകയും റിഗർ മോർട്ടിസ് എന്ന അവസ്ഥ കഴിയുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. ഇവിടെയും ഇതായിരിക്കില്ല സാർ നടന്നിരിക്കുക? ആയിരിക്കാം സർ. ഡയാന മാഡം ഓൾറെഡി നല്ല ടെൻഷനിലാണ്. കില്ലറിന് വേണമെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ കൈ പിടിപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ഇവിടത്തെ ഈ സാഹചര്യത്തിൽ സോ ഇതാണ് ഇവിടുത്തെ ജനറേറ്റർ റൂം. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഈ ഡോർ ഓപ്പൺ ആയിരിക്കും. ബാക്ക് ഡോർ വഴി വരുന്ന കില്ലറിന് കാർ പാർക്കിങ്ങിലെത്താൻ ഏറ്റവും സേഫായ വഴിയും ഇത് തന്നെയായിരിക്കും.
ഇങ്ങനെയായിരിക്കില്ല സാർ. ഡയന മേഡത്തിൻ്റെ മരണം സംഭവിച്ചതും ബോഡി മിസ്സായതും കില്ലർ രക്ഷപ്പെട്ടതും. ഡേയ് ഇങ്ങോട്ടേക്കാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ല സാർ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതാണ് എങ്ങനെ അറിയും? സാർ, അത് ഞാനൊരു ക്രൈം ത്രില്ലർ സിനിമ ചെയ്യാൻ വേണ്ടി കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത ഒരു കേസ് സ്റ്റഡിയുമായി ഈ മരണത്തിന് എന്തോ ഒരു സിമിലാരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി. മിസ്റ്റർ ബേസിൽ കഞ്ഞിക്കുഴി, സിനിമയല്ല ജീവിതം. പക്ഷേ നീ പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. എന്തോ നാടാ? വേറൊരു ക്രിക്കറ്റ് മോട്ടീസ് ഉണ്ട് സാറേ. എവിടെ? എന്റെ ഫ്ലാറ്റില്. ഫ്ലാറ്റില്? എന്റെ മുറിയില്. മുറിയില്? എന്റെ കക്കൂസില്. നിന്നെ കാണുമുന്നേ കണ്ടു. നീയൊക്കെ എവിടെ തന്നെ കാണണം. പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിക്കട്ടോ. ഞങ്ങൾ നോക്കണം. ഈ ചാനലുകാരും പത്രക്കാരും ഇവിടെ കുഴിക്കുന്ന എല്ലാത്തിനും പുറത്താക്കി കേട്ടടങ്ങി. ഏതാ പത്രം എന്ന് പറഞ്ഞ? രാജ്യമുമ്പേ സാർ. അതാണ് പറയാനേ എനിക്ക് സൗകര്യം. അവന്റെ അനാസ്ഥ. നിങ്ങളെ കൊണ്ടുപോയി കേസ് വിടും മ്യൂസിയം സ്റ്റേഷനിൽ. പറ്റുമെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കാം. എടാ പോലീസിനോട് പറഞ്ഞു കൊടുക്കും. അല്ലടാ പറയൂടാ. ഇത്ര മനുഷ്യരുടെ കഞ്ഞിയിലെ പോലെ ചോദിച്ചിരിക്കുക. എന്നിട്ട് ഇതുപോലെ അവസരം കിട്ടിയിട്ട് ഇവരോട് വാക്ക് പറഞ്ഞ അതും ഇതുപോലൊരു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ മനസ്സിലിരിപ്പ്? എന്റെ പൊന്നു മാഷെ, ഞാൻ നിങ്ങൾ 1000 പ്രാവശ്യം വിളിച്ചതാ. അല്ലെ ഇവരോട് ചോദിച്ചു നോക്ക്. എന്നോട് ക്ഷമി മാഷെ. എടാ, താൻ അവിടെ അടിച്ച് ഫിറ്റായി കിടക്കുമ്പോ ഓർക്കണം. ദേ മാഷെ, ഞാൻ വീണ്ടും പറയുവാണ്, നമുക്കിത് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. താനൊന്ന് ദയവ് ചെയ്ത് ആ വണ്ടി എടുത്ത് ആ പ്ലാന്റ് ബാക്കിൽ കൊണ്ടുവന്നിടും. പറയാം, ഒന്ന് പോ. ഒന്ന് ചെല്ലു മാഷെ പ്ലീസ്. ഇത്തരത്തൊക്കെ ഓക്കെ കിട്ടാ. ഇയാളെ കൊണ്ടൊക്കെ ഇനി എന്താ ചെയ്യാ? നീ ടെൻഷൻ ആവണ്ട, അയാള് വണ്ടി എടുത്തോണ്ട് വരട്ടെ. വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്. കരവുള്ളതാണ് ക്രിസ്മസ് അപ്പൂപ്പന. വണ്ടി എടുത്തേ. ഇതെന്താ കരവുള്ള പോണ? ഇയാള് വണ്ടി എടുത്തേ മിണ്ടാതെ. അപ്പൊ ആ പാവം പെണ്ണ് നമ്മുടെ ഫ്ലാറ്റ് ഒറ്റയ്ക്കല്ലേ? ഇയാളുടെ മാമന്റെ മോളൊന്നും അല്ലല്ലോ. എന്റെ പൊന്നു മാഷ, മിണ്ടാതെ വണ്ടി ഒന്ന് എടുക്കാവോ? നമ്മൾ പറഞ്ഞ സന്തോഷ സൂചകമതിനെ സ്വീകരിച്ച് ബാലകര ഞങ്ങളിത പോകും. ഒന്ന് നിർത്തടോ പാട്ട്. ബാലകര ഞങ്ങളിത ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഏതായാലും നല്ലൊരു നടിയായിരുന്നു. നിർത്ത്. എങ്ങോട്ടാടെ? ഒരു മിനിറ്റ്, നമ്മളവിടെ പോണ്ട. നമ്മള് സാറേ മ്യൂസിയം സ്റ്റേഷൻ വരെ. ഇപ്പൊ പറ്റൂല, അതൊക്കെ നാളെ രാവിലെ. സാറേ വത്സൻ സാറിനെ കാണാനാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോ. ഇന്ന് ഫോൺ അല്ല, സാറിന്റെ ഈ ഫോൺ ഉണ്ടല്ലോ. ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തോന്നടേ ഇത്? ക്രിസ്മസ് അപ്പൂപ്പന? അത് കഴിഞ്ഞ ക്രിസ്മസിന് വാങ്ങിച്ച ക്രിസ്മസ് പപ്പ. അപ്പൊ ഈ ക്രിസ്മസിന് അവന്റെ പെങ്ങടെ കൊച്ചിന് കളിക്കാൻ കൊടുക്കാൻ സാറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. നീയൊക്കെ ഇവിടെ നില്ല്. അല്ല, എന്നാ സാറ് ഞങ്ങൾ ഫ്ലാറ്റിൽ കാണും. വിളിച്ചിട്ട് സാറ് പറഞ്ഞാൽ മതി. ഏതായാലും സ്റ്റേഷനിലോട്ടല്ലേ, വിട്ടേക്ക് സന്തു സാറേ. എന്നാ സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. പോട്ടെ പോട്ടെ. ശരി സാർ. നമ്മൾ സ്റ്റേഷനിൽ പോകണമെന്നേ. വണ്ടി ഓടിക്കും.
ഫെയിൽഡ് ഹീറോസ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഓർഡർ അല്ലല്ലോ ഇന്നാരും ഇങ്ങ വാ ഇങ്ങ് വേണ്ട ആ ഡേയ് ഇങ്ങ് വാടാ ഇങ്ങോട്ട് റോഡ് നടക്കാണ്ട വണ്ടി കൊണ്ടിട്ട് ഇങ്ങ് വാടാ ഏയ് അവന്മാരെ പോയി തൂക്ക്. എവിടെ പോണ്? കരോളിന് പോണം കണ്ട ക്രിസ്മസ് അപ്പൂപ്പൻ ഇത് വേറെന്നാ വരാനല്ല പോവാൻ വാ പിന്നെന്താ ചേട്ടാ വരാം പോണ്ടാ ഇങ്ങോട്ടാ എവിടെ പോണ്ട അവിടെ ഓക്കെ നമസ്കാരം എന്താ ഏട്ടാ കാര്യം എന്താ? ഒരു കരോളുണ്ട്, കുറച്ച് പാട്ട് പാടണം. മക്കളിങ്ങ് വാ. അയ്യോ എന്താ അല്ല എന്താ ചേട്ടാ കാര്യം? ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്നൊക്കെ വാടാ. എന്നാ വച്ചിട്ടുണ്ട് വാടാ പൈലേ. നമ്മള് മര്യാദക്ക് വെച്ചപ്പോഴേ കരോള് പാടാൻ പോണെന്ന് അത് നമുക്കിട്ട് കോന അടിച്ചല്ലേ. അല്ലടാ. ദാ, വന്നേ. കോലടിച്ചടാ. കോലടിച്ചാ. നിന്നെ കോലടിച്ചടാ. വാണ ദോത്തിരിക്കണവൻ ഡേയ്, വണ്ടി പോയി സുഖമായിട്ടാ. കേറിയിട്. കളിപ്പാട്ടങ്ങൾ എന്ന് എനിക്ക് വീക്ക്നെസ് ആണ്.